എന്നെ അത്രയേറെ മനസ്സിലാക്കിയ ആൾക്കാരാണെങ്കിൽ എന്നോട് ഈ ചോദ്യം ചോദിക്കാമല്ലോ കേട്ടോ. അല്ലാത്തവർ ചോദിക്കുന്ന ഒരേക്ക് ഒരു ചോദ്യമാണ്, അല്ല ജിഷേ നിനക്ക് വട്ടിൻ്റെ അസുഖമുണ്ടോ? ഇതുങ്ങളെയൊക്കെ നോക്കിയിട്ട് എന്ത് കാര്യം? വല്ല ഗുണമുണ്ടോ? 10 രൂപയുടെ കാശിനും ഗുണമില്ല, 1 രൂപ കിട്ടുന്നില്ല. പിന്നെ എന്തിന് ഇതുങ്ങളെയൊക്കെ വളർത്തി ചുമ്മാ രാവിലെയും വൈകുന്നേരവും തീറ്റയും കൊടുത്ത് വളർത്തിക്കൊണ്ട് നടക്കുന്ന? ചുമ്മാ കാശും കളയാം, സമയം കളയാം, അല്ലാതെ എന്ത് വേറെ എന്തെങ്കിലും ഒരു ഗുണം? എന്നാൽ പിന്നെ ഒരു ബിസിനസ് ആക്കിക്കൂടെ? സാധാരണ കടക്കാരൊക്കെ ചെയ്യുന്ന പോലെ കുറേ എണ്ണത്തിനെ മേടിച്ച് വിട്ടാൽ അതുങ്ങളെ വലുതാക്കി അങ്ങ് വിറ്റൂടെ? എന്നാൽ 10 രൂപ കിട്ടുകയും ചെയ്യല്. എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ എന്തിനു വളർത്തുന്നത്? ഇത് നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലെന്നേ, അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. കെട്ടുകണക്കിന് പണം ഇരുന്നാലും മനസ്സുഖം കിട്ടണമെന്നൊന്നുമില്ല എല്ലാവർക്കും. പക്ഷേ ഇതുണ്ടല്ലോ, ഇതുങ്ങളോട് സ്നേഹിച്ച് ഇതുങ്ങളെ കൊണ്ടു നടന്ന് ഇതുങ്ങളെ കരുതി നോക്കുന്നതിന് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ലഹരി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതുങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും ഈ ലവ് ബേഡ്സുകളുടെ അടുത്തൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ അതുങ്ങളുടെ എന്നാൽ വല്ലതും മനസ്സിലാവുമെന്ന് ചോദിക്കും. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് കലബല വെക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഒരു മിണ്ടാപ്രാണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുങ്ങളുടെ ഒരു സ്നേഹം അപാരം തന്നെയാണ്. അതിപ്പോൾ പക്ഷികളല്ല, മൃഗങ്ങളാണേലും ഏത് സാധനത്തിനെയും നമ്മളുണ്ടല്ലോ, ഏത് ജീവികളെയും വളർത്തി കഴിഞ്ഞ് നോക്കിക്കേ, അതുങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി സ്നേഹം തിരിച്ചു തന്നിരിക്കുന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതുങ്ങളോടൊക്കെ ഇത്രയും ഇഷ്ടം. ഇതുങ്ങളെ ഇങ്ങനെ നോക്കി കരുതി കൊണ്ടുനടക്കാനുള്ള ഒരു ഇഷ്ടം കൂടുതലും ഉള്ളത്. അതൊരു ലഹരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. ചിലർക്ക് ഇഷ്ടം ചിലപ്പോൾ വായനയാകാം, ഡ്രോയിങ് ആകാം, അല്ലെങ്കിൽ വല്ല വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങനെ പല പല ആഗ്രഹങ്ങളും, പല പല ഡാൻസ്, പാട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് സമയം വേസ്റ്റാക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എന്തിനിപ്പോൾ ഇതിവിടെ പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരു ദിവസം ഇവരെ കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചന്വേഷിക്കുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്.